കാർ അവിടെ ഉണ്ട്, കത്തിപ്പിടിച്ച കാർ ഇല്ല അവിടെ ഈ ഫ്രണ്ട് കാണുന്നത്. അപ്പോൾ ഇയാൾക്കെതിരെ എന്നിട്ട് കേസൊക്കെ ഉണ്ടെന്നാണ് ആള് പറഞ്ഞിട്ടോ, ഒരു കസ്റ്റമർ പറഞ്ഞതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങുകയാണ്. വർക്കിന് ഇറങ്ങുന്ന സമയം 8:05 ആയിട്ടുണ്ട്, രാവിലെ 8:05. നമുക്ക് ഇന്ന് ഊബർ ഓണാക്കുന്നതിന് മുമ്പ് ഇന്നലെ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നാടോ, മിന്നി കളിക്കാണ്. അപ്പോൾ നമുക്ക് ബീത്തെ ട്രിപ്പ് ഇടാം, 0 ആക്കിയിട്ടുണ്ട് ബിയിൽ. അപ്പോൾ നമുക്ക് നേരെ CNG അടിക്കാൻ പോവാം. നമ്മുടെ റൂമിൻ്റെ അപ്പുറത്തെ ചേച്ചി കാക്കനാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിന്. അപ്പോൾ ആളിപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെ സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. സ്റ്റാർട്ടിങ് കഴിയട്ടെ. നമ്മളെ കോൾഡിങ് സ്റ്റാർട്ടിങ് കഴിയണതിന് മുമ്പ് തന്നെ പെട്രോൾക്ക് വണ്ടി ചാടിയിട്ടോ. സാധാരണ ഒരു 20 സെക്കൻഡിനുള്ളിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പെട്രോൾ ആയിരിക്കും, പിന്നെ CNGക്ക് മാറി, എന്നിട്ട് ഇതാ വീണ്ടും പെട്രോൾക്ക് തന്നെ മാറി. CNG കഴിഞ്ഞു, ഫുൾ ടാങ്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ കാക്കനാട് പോയിട്ട് നമ്മൾ പടമുകളിൽ നിന്ന് CNG അടിക്കാം. അപ്പോൾ പെട്രോളും വാണിംഗ് എത്തിയിട്ടോ. ഇപ്പോഴാണല്ലോ പെട്രോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പെട്രോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നു. ഇപ്പോൾ വാണിംഗ് വന്നു. CNG പിന്നെ ഓൾറെഡി വാണിംഗ് വന്നിട്ടുണ്ട്, കഴിഞ്ഞതും വന്നിട്ടുണ്ട്. ഫുള്ള് പെട്രോൾക്ക് ചേഞ്ച് ആകുമ്പോഴാണ് ഈ വാണിംഗ് കണ്ടോ, ഈ മിന്നി കളിക്കുന്നത് അത് വരുള്ളൂ. അപ്പോൾ അത് രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ സ്റ്റാർട്ടിങ് കഴിയട്ടെ, കോൾഡ് സ്റ്റാർട്ടിങ് കഴിയട്ടെ. ചേച്ചി ഇവിടെ ഒക്കെ നടന്നു പോയിട്ട്, ചേച്ചി എന്നോട് കാക്കനാട്ടേക്കാണോ ചോദിച്ചാൽ ആ കാക്കനാട്ടേക്ക് ഉണ്ട് പറഞ്ഞു, എന്നാൽ വാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒക്കെ ഇങ്ങനെ നടന്നു പോയി. അതാ പോകണ്ട്. ചേച്ചി ചിലപ്പോൾ പറ്റിച്ചോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആളോടെ ഉണ്ട്. നമ്മളെ ചേച്ചിനെ ഡ്രോപ്പ് ചെയ്തിട്ട് അമ്മ ഉണ്ടോണ് KSRTCക്ക്. ചേച്ചിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ട് വെച്ചപ്പോ വേണ്ട പറഞ്ഞു, ഭർത്താവ് സീനാണ് പറഞ്ഞു. എന്നാ പിന്നെ ആയിക്കോട്ടെ, നമുക്കിപ്പോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു ഹായ് പിടിപ്പിക്കായിരുന്നു. അപ്പൊ വേണ്ട, ബുദ്ധിമുട്ടില്ലവരൊന്നും കയറ്റണ്ട. നമുക്കിപ്പോ ഈ സിഗ്നലിലൊന്നും കിടക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. നമ്മളെ റൂമിന്റെ അവിടെ നിന്ന് നമുക്ക് ഒരു റൈറ്റ് ഉണ്ടായി കൂടി കയറിയാൽ ബ്ലോക്ക് ഇല്ലാണ്ട് പെട്ടെന്ന് എത്തും. ഇനി ഇതില്ലെങ്കിൽ അപ്പുറത്ത് വേറെ ജംഗ്ഷൻ ഉണ്ട്, മുസ്ലിം പള്ളിന്റെ അവിടുന്ന് തിരിഞ്ഞാലും മതി. ചേച്ചിനെ ഇങ്ങനെ വട്ടം കറക്കാണ്ട് ഇങ്ങോട്ടൊക്കെ കൊടുന്ന്. അപ്പൊ ഇതിന് സിഗ്നൽ പെട്ടെന്ന് തന്നെ പച്ചാത്തിയിട്ടുണ്ട്. ഇനി ഒരു 200 മീറ്ററും കൂടിയും പോയാൽ പമ്പ് എത്തും, പെട്രോൾ പമ്പ്, നമ്മളെ CNG പമ്പ്. ഇപ്പൊ നമ്മള് CNG അടിച്ചിട്ടോ, ഫുൾ ടാങ്ക് CNG ആയിട്ടുണ്ട്. 205 ആയി. 729 രൂപയായി CNG ഫുൾ ടാങ്ക് അടിക്കാൻ. അത് CNGക്ക് മാറിയില്ല കേട്ടോ, ഇപ്പൊ CNGക്ക് മാറി. അവിടെ ഉണ്ടോ? ഓക്കെ. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് എയർ അടിക്കാം. ഈ ഹോണ്ട സിറ്റി ഇവിടുന്ന് പോട്ടെ, എന്നിട്ട് കുറച്ച് എയർ അടിക്കാം. എയർ അടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ. അപ്പം നമുക്ക് ഊബർ ഇപ്പം തന്നെ ഓണാക്കി വെക്കാം. കാറ്റടിക്കുമ്പോൾ വലിയ സമയമില്ലല്ലോ എയർ അടിക്കാൻ. ഊബർ ഓണായിട്ടുണ്ട്. വാലറ്റ് 0 കേട്ടോ, ഇന്നലെ ഓടിയില്ലല്ലോ നമ്മൾ. അപ്പോൾ റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. യാത്രയും പാടെ ഓണാക്കാം. ഓ, ഇയാള് പറഞ്ഞു വരുന്നുള്ളൂ കാർന്ന്. എയർ അടിച്ചില്ലേ? ഫസ്റ്റ് ട്രിപ്പ് കച്ചേരിപ്പടിക്ക് കിട്ടോ. മാച്ചിങ് ആവുമെന്നറിയില്ല. എന്നാൽ പിന്നെ എയർ അടിക്കാം, നാളെ എയർ അടിക്കാം. ട്രിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ. ഓക്കെ, അക്സെപ്റ്റ് ആയിട്ട് കേട്ടോ. 1.3 കിലോമീറ്റർ പിക്കപ്പ്, നോർത്ത് കച്ചേരിപ്പടിക്കാണ് തോമസ്. ഇതിലെത്ര 2 കിലോമീറ്റർ ഓട്ടോ, 1.5 കിലോമീറ്റർ പടമുകളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ പോയി പിക്ക് ചെയ്യട്ടെ തോമസിനെ. ആ കസ്റ്റമർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ റോഡ് പറയാൻ വേണ്ടിയിട്ട്. ശാന്തിപുരം എന്നോ അങ്ങനെ എന്തോ റോഡ്. ലൊക്കേഷൻ കറക്റ്റാണ്, അതിൽ നോക്കി വന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മളതേപോലെ ഒരു വേഗനാർ അവിടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഉണ്ട്. അത് നമ്മളെ ബാക്കിലുണ്ടല്ലോ ഒരു ചതവ്. അപ്പൊ അതുപോലെ സെയിം ആ സ്ഥലത്തൊരു ചതഞ്ഞിട്ട് അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമുക്ക് ഒരു മാസ്ക് വാങ്ങണം. അപ്പൊ എല്ലാവരും മാസ്ക് ഇടുന്നുണ്ട്. കൊറോണ ഒന്നും കൂടി വന്നിട്ടുണ്ട് തോന്നല്ല വന്നിക്കണേ. അപ്പൊ ഇന്നാളിഞ്ഞോടെ കസ്റ്റമറും പറഞ്ഞിന് ഒരു മാസ്ക് ഇട്ടല്ലോണ്ടിന്ന് പറഞ്ഞിന്. അപ്പൊ നല്ലതാണ്, നമ്മളെ വണ്ടിയിൽ പല ആൾക്കാർ കയറണല്ലേ, ഒരു മാസ്ക് വാങ്ങിയിടണം. നമുക്ക് അതിനുശേഷം 2 ട്രിപ്പ് അടിച്ചിരുന്നു. അപ്പൊ ലാസ്റ്റ് ട്രിപ്പിന്റെ കസ്റ്റമറാണിത്. അതിനുശേഷം 2 ട്രിപ്പ് അടിച്ചിട്ട് നമുക്ക്. മറ്റേത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഇത് ഇവിടെ നമ്മള് കാക്കനാട് അളകാപുരിന്റെ അടുത്തെത്തിണ്ട്. അളകാപുരി അല്ല, മറ്റേ താൽക്കിച്ചന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഊബറിൽ നല്ല സർജ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു മാർക്കറ്റ് എരൂർ റോഡ് ഇവിടെ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ടോട്ടല് 496 3 ട്രിപ്പ്. നമുക്ക് നോർത്തിൽ അവിടെ ബാക്കിൽ ഉണ്ടായിരുന്നു, ബാക്ക് എക്സിറ്റിന്റെ അവിടെയാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇറക്കുമ്പോൾ തന്നെ നമുക്ക് തൊട്ട മുമ്പ് തന്നെ ഒരു പിക്കപ്പ് കിട്ടി, നമ്മളെ എൻജോയ് കോട്ടേഴ്സിന്റെ ഏകദേശം അവിടെ തന്നെ. അത് എത്തുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു ഇവിടെ താൽക്കിച്ചന്റെ അവിടേക്ക്. അപ്പോൾ അതാണ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞത് ലാസ്റ്റ് കസ്റ്റമർ. അപ്പോൾ ഈ കസ്റ്റമർ 200 രൂപ ആയിട്ട് തന്നത്. ശരിക്കും വാങ്ങേണ്ടത് 160 വാങ്ങേണ്ടത്. അപ്പോൾ 40 രൂപ ടിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഊബർ ഇതിലൊക്കെ നോക്കി നോക്കാം, വലിയ കമ്മീഷൻ എടുക്കണില്ല. ഇത് 189 വാങ്ങി ഫസ്റ്റത്തെ 190. അതിൽ 158 നമുക്ക് തന്നിക്കണം, ചെറിയ കമ്മീഷൻ എടുത്തിട്ടുള്ളൂ.
ഇതിൽ 170 ടോട്ടൽ വാങ്ങി, 64 നമുക്ക് കിട്ടി. അപ്പോൾ 6 റുപ്യൊക്കെയാണ് കമ്മീഷൻ, 3 റുപ്യ 5 റുപ്യ. ഇതും കണ്ടോ 60 വാങ്ങി 52 നമുക്കാ. ഇതെന്താ സംഭവം ചോദിച്ചാൽ കസ്റ്റമറിന് റേറ്റ് കുറച്ച് കൊടുത്തേക്കാണ് ഊബർ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റാപ്പിഡോ യാത്രയ്ക്ക് വന്നപ്പോൾ നമുക്ക് തരും ചെയ്യും, ഊബർ എടുക്കുന്ന കമ്മീഷൻ കുറച്ച് പോകണം. പക്ഷെ എങ്കിൽ പോരാ, റാപ്പിഡോയിൽ ഇതിലും വലിയ പൈസ നമുക്ക് കിട്ടണം, ലാഭമുണ്ട്. റാപ്പിഡോ ഇങ്ങോട്ട് വരുമ്പോൾ 300 100 ഇങ്ങനെ അടിച്ചിരുന്നു കേട്ടോ. 1 കിലോമീറ്റർ പിക്കപ്പും 600 മീറ്റർ ഡ്രോപ്പും ഉള്ളൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ CNG അടിച്ചിട്ട് ഇപ്പോൾ 2 വട്ട പോയിട്ടോ, 25 കിലോമീറ്റർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. 496 റേഞ്ച് ചെയ്തില്ലേ, 2 വട്ട 25 കിലോമീറ്റർ. ഞാൻ പോയിട്ടേ ജസ്റ്റ് ഒരു ചായ കുടിക്കട്ടെ. ഇന്ന് പഴവും കാര്യങ്ങളൊന്നും ഇല്ല കഴിക്കാൻ. ജസ്റ്റ് ഒന്ന് ടീ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. റാപ്പിഡോ യാത്ര അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് നോക്കിയിട്ട് എടുത്തോളാം. ചായ അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി ഓണാക്കി. നമുക്ക് ട്രിനിറ്റി വേൾഡിൽ നിന്നൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 160 രൂപയുടെ ഒരു ട്രിപ്പാണ്. ഫർഹ ആള് പോയി പിക്കറ്റ്. അവിടേക്ക് ആ സ്ഥലം ഞാൻ കറക്റ്റ് നോക്കിയില്ല. മാച്ച് ട്രിപ്പാണ് വരുന്നത്. ഈ മാച്ച് ട്രിപ്പ് എന്താണെന്നോ, നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഓഫ്ലൈനൊക്കെ ആക്കല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ മാച്ച് ട്രിപ്പൊക്കെ വരുന്നത്. ഞാൻ ആദ്യം മുഴുവൻ ഊബർ മാത്രമാണ് ഓടിയിട്ടുണ്ടായത്. അപ്പം എല്ലാവർക്കും മാച്ച് ട്രിപ്പാണ് വരുമ്പോൾ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ട്രിപ്പായിട്ടാണ് വന്നീന്. അപ്പോൾ ഇതായിരിക്കും എന്ന് തോന്നണു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫ്ലൈനും കാര്യങ്ങളൊക്കെ ആക്കണോണ്ട് നമുക്ക് മാച്ച് ആയിരിക്കും തരുന്നുണ്ടാവുക. അത് കുഴപ്പമില്ല, മാച്ച് മതി. മറ്റേതാകുമ്പോൾ എന്താണോ എടുക്കലും നിർബന്ധമാണ്, അക്സെപ്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി ഫർഹാനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. അപ്പോൾ ഫർഹാനെ ഡ്രോപ്പ് ചെയ്തു. ഇവിടെ കുസാറ്റിലാട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 155 രൂപയാണ് ഇവിടെ കിട്ടിയത്. ഇത് നമ്മൾ 6.72 കിലോമീറ്റർ ഓടിയത്, 18 മിനിറ്റ്. 160 ടോട്ടൽ വാങ്ങി, 155 നമുക്ക് കിട്ടി കേട്ടോ. 3 രൂപ 4 രൂപയൊക്കെയാണ് കമ്മീഷൻ പോകണുള്ളൂ. അപ്പോൾ അത്ര കസ്റ്റമറിൽ വാങ്ങണുള്ളൂ. കസ്റ്റമർ ഊബറിന്ന് പോവാതെക്കാനാണ് ഊബർ കുറച്ച് കൊടുത്തേക്കാണ് റേറ്റ്. ഇനി ഇവിടെ വേറെ സംഭവം കാണിത്തരാം. ഇവിടെ നല്ലൊരു കാറ് കത്തീന്. അതെപ്പോഴും അവിടെ ഉണ്ടോയെന്നറിയില്ല. എന്നോട് ഇന്നാളൊരു കസ്റ്റമർ പറഞ്ഞതാണ്, മറ്റേ കുസാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിയതാണ് കാർ എന്നൊക്കെ പറഞ്ഞ്. ആൾക്കെതിരെ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. എന്താ സംഭവം ചോദിച്ചാൽ ഈ കുസാറ്റിൻ്റെ റോഡുണ്ടല്ലോ, ഈ റോഡ് പ്രൈവറ്റ് റോഡ് അത്ര. ഇതിൽ കൂടി കാർ അവിടെ ഉണ്ട്, കത്തിപ്പിടിച്ച കാർ ഇതാ അവിടെ ഈ ഫ്രണ്ട് കാണുന്നത്. അപ്പോൾ ഇയാൾക്കെതിരെ എന്നിട്ട് കേസൊക്കെ ഉണ്ടെന്നാണ് ആള് പറഞ്ഞിട്ടോ, ഒരു കസ്റ്റമർ പറഞ്ഞതാണ്. ഇത് പ്രൈവറ്റ് റോഡാണ്, അപ്പോൾ ഇതിൽ കൂടി എൻട്രിങ് ഇല്ല. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഇതിൽ കൂടി കയറി പോകലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കേസാവത്, അങ്ങനെയൊക്കെയാണ് ആള് പറഞ്ഞത്. ഇയാൾക്കെതിരെ കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. പോകുന്ന വഴിക്കോ നിർത്തിയിട്ട് കൊടുത്തുനിന്ന് കത്തിയാൽ എന്താ അറിയില്ല, കത്തി നശിച്ചതാണ് ഇത്രത്. റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. റാപ്പിഡോയിൽ ഒരു 270 രൂപയുടെ ഒരു വിജയ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ കുസാറ്റ് തന്നെയാണ്. ജസ്റ്റ് ആ വണ്ടി കത്തിന്റെ അവിടെ തന്നെ നിൽക്കണം. ഒരു അരമണിക്കൂറായി ഉണ്ടാവും. 1.2 കിലോമീറ്റർ പിക്കപ്പ്, 1.2 കിലോമീറ്റർ. പോട്ടെ ഇതായിരുന്നു കേട്ടോ നമ്മളെ കസ്റ്റമർ. ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടോ. ഞാൻ ഇവിടെ ജസ്റ്റ് റിവേഴ്സ് എടുത്തപ്പോൾ തന്നെ ഊബറിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപർണ ചെറിയ പിക്കപ്പ് ദൂരം ഉള്ളൂ, 290 മീറ്റർ ഉള്ളൂ. പള്ളിമുക്കാണ് അത്. നമ്മൾ മെഡിക്കൽ ട്രസ്റ്റിലേക്കായിരുന്നു പള്ളിമുക്കുള്ള. അതിന് നമുക്ക് 148 രൂപ കിട്ടിയത്, 5.71 കിലോമീറ്റർ. മറ്റേ റാപ്പിഡോന്റെ കസ്റ്റമർ ഉണ്ടല്ലോ, ആള് ഞാൻ എടപ്പള്ളിയിൽ നിന്ന് മരോട്ടിച്ചോട് പോയി ഒരു 300 മീറ്റർ ഷോർട്ട് കട്ടുള്ള റോഡുണ്ട്. ആ റോഡ് കയറിയപ്പോൾ ആള് പറയാ, നിങ്ങൾ മറ്റേ വേറെ ലൊക്കേഷനിലാണോ പോണേ, ഹിന്ദിക്കാരനാണ്. അപ്പോൾ വേറെ ലൊക്കേഷനിലാണോ പോണേ, എക്സ്ട്രാ പേയ്മെന്റ് ഞാൻ തരൂല കേട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അത് അതിൽ കാണിക്കുന്ന റേറ്റ് തന്നാൽ മതി. ഇത് ജസ്റ്റ് ഒരു 300 മീറ്റർ ലാഭമുള്ളൊരു വഴി. അത് എന്താ വെച്ചാൽ മറ്റേത് എടപ്പള്ളി ജംഗ്ഷൻ വഴി പോകണം, സിഗ്നലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെ പോണതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ആളെന്തോന്നു അങ്ങനെ പറയാൻ കാരണം ഹിന്ദിക്കാരനാണ്. എനിക്ക് തോന്നുന്നു ഈ ബാംഗ്ലൂരൊക്കെ അങ്ങനെ ഉണ്ട്. ചില കസ്റ്റമർ വണ്ടി കയറുമ്പോൾ പറയലുണ്ട്, ബാംഗ്ലൂരൊക്കെ ചിലൊരു റേറ്റ് കൂട്ടി ചോദിക്കലുണ്ട്. വേറെ വഴിക്കൂടെയൊക്കെ പോയാണ്ട് അത് വെച്ചിട്ട് പറഞ്ഞതായിരിക്കും. ഇപ്പൊ നമ്മള് പനമ്പള്ളി നഗർക്കാട്ടോ പോണത്. ഈ പള്ളിമുക്ക് വന്നു കഴിഞ്ഞാല്, സിഗ്നലിൽ വന്നു കഴിഞ്ഞാല് നേരെ പനമ്പള്ളിയാണ് ഞാൻ പോവാറ്. ആ MG റോഡൊക്കെ പോയാൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കും. MG റോഡ് സൗത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ പോയാൽ. പക്ഷെ അവിടേക്ക് ഞാൻ വല്ലാണ്ട് പോകലില്ല. ഇവിടേക്ക് പള്ളിമുക്കൊക്കെ വന്നു കഴിഞ്ഞാല് ഞാൻ ഈ പനമ്പള്ളിയിലെ പോയാൽ അവിടെ നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലം ഉണ്ടാവും. കുറച്ചു നേരം വണ്ടിയിൽ ഇരിക്കാലോ. ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടാവും അവിടെ. മറ്റോടത്തൊന്നും വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതിൽക്കൂടി ഇങ്ങനെ വെറുതെ കറക്കാവും. നമുക്ക് അപ്പം തന്നെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ. ഈ 3 പേരായിരുന്നു. അത് നമ്മളെ വൈറ്റില വാട്ടർ മെട്രോന്റെ അവിടെയാണ് ഡ്രോപ്പ്. ഒരു മെട്രോ കയറാമെന്നാണ്. ഇത് നഷ്ട ട്രിപ്പായിരുന്നു കേട്ടോ. ഈ 137 രൂപ നല്ല ബ്ലോക്കിൽ പെട്ടു. 5.25 കിലോമീറ്റർ നമ്മൾ ഓടിയതില് 200 വാങ്ങി 137. ഇതിൽ അത്യാവശ്യം കമ്മീഷൻ എടുത്തിട്ടുണ്ട് അവര്. ഇത് ഒരു നഷ്ടമായിരുന്നു. 35 മിനിറ്റ് എടുത്തോണ്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 937 രൂപ. പിന്നെ നമ്മളെ 200 എത്ര റാപ്പിഡോയിൽ ഓടിയിട്ടുണ്ട്. 270 തോന്നുന്നു. 273 ഉണ്ടായിരുന്നു. 273.
നമ്മളെ റാപ്പിഡോ അപ്ഡേഷൻ കേട്ടോ, അപ്ഡേറ്റ് ചെയ്യട്ടെ. നമ്മളിപ്പോഴേ കാക്കനാടാണ്. കാക്കനാട് എക്സ്പ്രസ് വേന്ന് കുറച്ചുള്ളിൽ കയറിയിട്ട് കുറച്ച് ഫ്ലാറ്റുകളുണ്ട്. അവിടേക്ക് നമുക്കൊരു ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 207 രൂപയുടെ ട്രിപ്പ്. അപ്പോൾ ഞാൻ ടീ ബ്രേക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പോരുന്ന വഴിക്ക് തന്നെ. ഇനി കഴിയുമ്പോൾ ട്രിപ്പ് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കണം. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. സമയം 2:24 ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വിശപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ടീ ബ്രേക്ക് ഇട്ടു, അല്ലെങ്കിൽ ഇവിടെ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പേ അടുത്ത ട്രിപ്പ് അടിക്കും. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് വരാം. നമ്മൾ പിന്നെ അതിന് ശേഷം ഓടിയില്ല കേട്ടോ, പിന്നെ ഒരു മൂഡ് കിട്ടിയില്ല. അതിന് ശേഷം ഒരു 1-2 ട്രിപ്പ് ഓടി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ മൂഡില്ല ഓടാൻ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തുകയാണ്. ഏതായാലും ഇപ്പം ഇനി നാളെ ഓടിയിട്ട് സെറ്റാക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഓടിയത് 1511 റുപ്യാണ് ഊബറിൽ ഓടിയത്, പിന്നെ ഒരു 250 റാപ്പിഡോയിൽ ഓടിയതും. സമയം ഒരു 8:11 ആയിട്ടുണ്ട്. ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ഏതായാലും നാളെ ഓടി നോക്കാം, നാളെ എങ്ങനെ ഉണ്ട് അവസ്ഥ നോക്കാം.